തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ആദായനികുതി വകുപ്പ്. നികുതി കുടിശ്ശികയും പലിശയും അടക്കം 1823 കോടി രൂപയടയ്ക്കാൻ നിർദ്ദേശിച്ച് ആദായനികുതി വകുപ്പ് നോട്ടീസ് നൽകി. നടപടി രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 2017-18 മുതൽ 2020-21 വരെ സാമ്പത്തിക വർഷങ്ങളിലെ ആദായനികുതി പുനർനിർണയം ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ആദായനികുതി വകുപ്പിന്റെ പുതിയ നോട്ടീസ്. 4 വർഷത്തെ ആദായനികുതി, അതിന്റെ പലിശ, പിന്നെ പിഴയും എല്ലാം ചേർത്ത് 1768 കോടി രൂപയാണ് കോൺഗ്രസ് അടയ്ക്കേണ്ടത്. 2014 മുതലുള്ള 3 വർഷത്തേക്ക് 520 കോടി രൂപ അടയ്ക്കാൻ IT വകുപ്പ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയം 3 ദിവസത്തിനകം പൂർത്തിയാകും. ഇതോടെ ഒരു നോട്ടീസ് കൂടി നൽകാനും സാധ്യതയുണ്ട്. ആദായനികുതി വകുപ്പ് നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടതല്ലാതെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകൾ നൽകിയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള BJP നീക്കങ്ങളുടെ തുടർച്ചയാണ് നടപടിയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഭീമമായ തുക നികുതി അടയ്ക്കാനും നിർദ്ദേശം വന്നതോടെ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് കടുത്ത ആശങ്കയിലാണ്. പ്രധാന നേതാക്കളുടെ പ്രചരണ പരിപാടികളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.